ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ദേവാംഗന. ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ +1 സ്റ്റുഡൻസിനും അതേപോലെ തന്നെ +2 സ്റ്റുഡൻസിനും യൂസ്ഫുൾ ആയിട്ടുള്ളൊരു വീഡിയോ ആണ്. ഇപ്പോൾ +2 കഴിഞ്ഞിട്ട് കുട്ടികളൊക്കെ പല പല കോഴ്സസിനായിരിക്കും പോകുന്നത് അല്ലേ. അപ്പോൾ ഏത് കോഴ്സായാലും ഇപ്പോൾ നീറ്റ് പ്രിപ്പറേഷൻ ആയാലും BSc നേഴ്സിംഗിനായാലും ഏതൊരു കോഴ്സാണ്, പാരാമെഡിക്കൽ കോഴ്സസ് ആയാലും ഏതൊരു കോഴ്സസ് ആണെങ്കിലും ആ ഒരു കോഴ്സസ് ഇനിയും നിങ്ങൾ പഠിക്കാൻ പോകുന്ന എല്ലാ കോഴ്സസിനും വളരെയധികം ഫീസ് കൂടുതലാണ്. അത് നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ +2-ൽ എത്ര മാർക്ക് വരെ മേടിച്ചാലാണ് നമുക്ക് ലോ ഫീസിൽ ഇനി ഏത് കോഴ്സ് എടുത്താലും പഠിക്കാനായിട്ട് കഴിയുന്നത് എന്നുള്ളൊരു വീഡിയോ ആണ് ഇന്ന് ഞാൻ പറയാനായിട്ട് പോകുന്നത്. എത്ര ഫീസ് കുറഞ്ഞ് നമുക്ക് പഠിക്കണമെന്നുണ്ടെങ്കിലും നമ്മൾ +2-ൽ ഇത്ര മാർക്ക് മേടിച്ചിരിക്കണം. അപ്പോൾ ആ ഒരു മാർക്കിനെ ഒക്കെ പറ്റിയിട്ടാണ് ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത്. എല്ലാവരും തന്നെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് കാണാനായിട്ട് ശ്രമിക്കുക. ഈ ഒരു വീഡിയോ വളരെയധികം യൂസ്ഫുൾ ആയിട്ടുള്ളൊരു വീഡിയോ ആയിരിക്കും. ഈ വീഡിയോ എത്ര പേര് കാണുമെന്നൊന്നും എനിക്കറിയില്ല, പക്ഷേ വളരെയധികം യൂസ്ഫുൾ ആയിട്ടുള്ളൊരു വീഡിയോ ആയിരിക്കും. കാണുന്നവരൊക്കെ തന്നെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. എല്ലാവരും തന്നെ +2 എന്തിനു പോകണമെന്ന് തീരുമാനിച്ച് വെച്ചിട്ടുണ്ടായിരിക്കും. അതേപോലെ തന്നെ ചില കുട്ടികളൊക്കെ തീരുമാനിച്ച് വെച്ചിട്ടുണ്ടായില്ല. ആർക്കായാലും ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആണ്. എന്താണെന്ന് വെച്ചാൽ ഞാൻ ഈ ഒരു വീഡിയോയിലൂടെ പറയുന്നത്, നിങ്ങൾ എത്ര മാർക്ക് +2-ൽ മേടിക്കണം. +2 എന്ന് പറയുമ്പോൾ +1-ലെ മാർക്കും കൂടെ ആഡ് ചെയ്താണ് +2-ൽ വരുന്നത്. അപ്പോൾ എത്ര മാർക്ക് മേടിക്കണം എന്ന് ഞാൻ ഈ ഒരു വീഡിയോയിലൂടെ പറയാം. അതേപോലെ തന്നെ ഈ ഓരോ കോഴ്സസിനും വളരെയധികം ഫീസാണ് പെർ ഇയർ വരുന്നത്. നിങ്ങൾക്ക് ചില കുട്ടികൾക്കൊന്നും അത് അറിയത്തില്ലായിരിക്കും. ഏതൊരു കോഴ്സ് എടുത്താലും നമുക്ക് പെർ ഇയർ 2 lakhs അത്രയെങ്കിലും വരും ഫീസ്. ഇപ്പോൾ ഒരു 4 year കോഴ്സ് ആണെങ്കിൽ വർഷം ഒരു 1.25 ലക്ഷം അത്രയെങ്കിലും വരും. അപ്പോൾ അത് വെച്ച് കൂട്ടി നോക്കിയാൽ 4 years ആണെങ്കിൽ എത്ര രൂപയാവും? അത്രയൊന്നും ഫീസ് ഇല്ലാതെ തന്നെ നമുക്ക് ലോ ഫീസിൽ തന്നെ നമുക്ക് പഠിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ അത് പഠിക്കണമെങ്കിൽ നമ്മൾ +2-ൽ ഇത്ര മാർക്കെങ്കിലും മേടിച്ചിരിക്കണം. അത് എത്ര മാർക്കാണെന്ന് വെച്ചാൽ, ഇപ്പോൾ നിങ്ങൾ BSc നേഴ്സിംഗ്, ഞാൻ ഫോർ എക്സാമ്പിൾ പറയുകയാണ്, നിങ്ങളിപ്പോൾ BSc നേഴ്സിങ്ങിന് പോകുന്ന കുട്ടികളാണെങ്കിൽ നിങ്ങൾക്ക് BSc നേഴ്സിങ്ങിന് ഒരു അലോട്ട്മെൻ്റ് ഉണ്ട്. LBS ആണ്. LBS അലോട്ട്മെൻറ്റ് എന്നാണ് പറയുന്നത്. നിങ്ങൾ മിക്ക കുട്ടികൾക്കും LBS അലോട്ട്മെൻറ്റ് എന്ന് കേൾക്കുന്നത് ഒരു പുതിയ ഒരു വാക്കായിരിക്കും. മിക്ക കുട്ടികൾക്കും LBS അലോട്ട്മെൻറ്റിനെ പറ്റിയിട്ട് അറിയത്തില്ലായിരിക്കും. എന്തുമായാലും BSc നേഴ്സിങ്ങും അതേപോലെ തന്നെ പാരാമെഡിക്കൽ കോഴ്സസിലേക്കുള്ള ഒരു അലോട്ട്മെൻറ്റാണ് ഈ ഒരു LBS അലോട്ട്മെൻറ്റ് എന്ന് പറയുന്നത്. ഇപ്പോൾ നിങ്ങൾ +2-ൽ നിങ്ങൾക്ക് +1-ലോട്ട് അഡ്മിഷൻ കിട്ടാൻ വേണ്ടിയിട്ടൊരു അലോട്ട്മെൻ്റ് ഇല്ലായിരുന്നു. അതേപോലെ ഒരു അലോട്ട്മെൻറ്റാണ് ഈ ഒരു LBS അലോട്ട്മെൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ LBS അലോട്ട്മെൻറ്റിന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യണം. അങ്ങനെയാണ് നമുക്ക് BSc നേഴ്സിങ്ങിന് അഡ്മിഷൻ കിട്ടുന്നത്. അല്ലാതെ സെൽഫ് ഫിനാൻസിങ് കോളേജസിൽ പോയി അഡ്മിഷൻ എടുക്കുന്ന കുട്ടികളുണ്ട്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ, സെൽഫ് ഫിനാൻസിങ് കോളേജസിൽ അഡ്മിഷൻ എടുക്കുന്നതിനെ പറ്റിയിട്ട് ഞാൻ പറയാം. സെൽഫ് ഫിനാൻസിങ് കോളേജസിൽ നമ്മൾ കേരളത്തിൽ അഡ്മിഷൻ എടുക്കുകയാണെങ്കിൽ ഡൊണേഷൻ എന്ന് പറഞ്ഞ് നമ്മൾ അഡ്മിഷൻ എടുക്കാൻ വേണ്ടിയിട്ട് മാത്രം വളരെയധികം ഒരു ക്യാഷ് നമുക്ക് അവിടെ കൊടുക്കേണ്ടി വരും. ഓക്കെ, അപ്പോൾ അത് നിങ്ങൾ മനസ്സിലാക്കുക. കേരളത്തിൽ അഡ്മിഷൻ എടുക്കുകയാണെങ്കിൽ ഇത് ഏതൊരു കോഴ്സിനാണെങ്കിലും ഡൊണേഷൻ ഉണ്ട്. ഡൊണേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ അഡ്മിഷൻ എടുക്കുന്ന സമയത്ത് വളരെയധികം ക്യാഷ് നമുക്ക് കൊടുക്കേണ്ടി വരും. അതിപ്പോൾ എത്രയാണെന്ന് വെച്ചാൽ ഒരു 6 to 10 lakhs വരെ നമ്മൾ അഡ്മിഷൻ എടുക്കുന്നതിന് വേണ്ടിയിട്ട് മാത്രം നമ്മൾ കൊടുക്കേണ്ടി വരും. അത് നിങ്ങൾ മനസ്സിലാക്കുക. അതുകൊണ്ടാണ് പറഞ്ഞത്, എല്ലാവരും തന്നെ +2-ൽ നല്ല മാർക്ക് മേടിച്ചാൽ മാത്രമേ ലോ ഫീസിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഇനിയുള്ള ഏത് കോഴ്സസിനായാലും പഠിക്കാനായിട്ട് സാധിക്കുള്ളൂ. അപ്പോൾ +2-ൽ ഇപ്പോൾ BSc നേഴ്സിംഗ് എടുക്കുന്ന കുട്ടികൾക്കാണെങ്കിൽ +2-ൽ നമ്മൾ LBS അലോട്ട്മെൻ്റ് ഉണ്ട്. ഈ ഒരു LBS അലോട്ട്മെൻറ്റിൽ കുട്ടികളെ പരിഗണിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഒരു ഇൻഡെക്സ് മാർക്ക് കാൽക്കുലേഷൻ ഉണ്ട്. അത് നിങ്ങൾക്കിപ്പോൾ പറഞ്ഞാൽ മനസ്സിലാവില്ല. അതായത് ഫിസിക്സ്, കെമിസ്ട്രി അതേപോലെ തന്നെ ബയോളജി, ഈ 3 സബ്ജക്ട്സിന് നല്ല ഫുൾ മാർക്കാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഉറപ്പായിട്ടും BSc നേഴ്സിങ്ങിന് ലോ ഫീസിൽ തന്നെ മെഡിക്കൽ കോളേജസിൽ അഡ്മിഷൻ ലഭിക്കുന്നതായിരിക്കും. ഓരോ കോഴ്സസിനും അങ്ങനെയാണ്. നല്ല മാർക്കുണ്ടെങ്കിൽ മാത്രം നിങ്ങൾക്ക് നല്ല ലോ ഫീസിൽ നമുക്ക് പഠിക്കാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ എല്ലാവരും തന്നെ നല്ല മാർക്ക് മേടിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മൾ ഫിസിക്സിനെന്ന് പറയുമ്പോൾ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി 300 മാർക്സിലാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഈ ഒരു LBS അലോട്ട്മെൻറ്റിലേക്ക് വരുമ്പോൾ. അപ്പോൾ 300 ഔട്ട് ഓഫ് 300 ഫുൾ മാർക്ക് ലഭിക്കുന്നവർക്ക് നല്ല മെഡിക്കൽ കോളേജിലൊക്കെ അഡ്മിഷൻ ലഭിക്കുന്നതായിരിക്കും. ഇപ്പോൾ നമ്മൾ BSc നേഴ്സിങ്ങിനൊക്കെ നോക്കുകയാണെങ്കിൽ
ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ കൂടുതലും ഫുൾ മാർക്ക് 300 ഔട്ട് ഓഫ് 300 മാർക്സ് ഉള്ളവരെയാണ് അവിടെ അഡ്മിഷൻ കൊടുക്കുന്നത്. ഓരോ കോളേജസിലും മെഡിക്കൽ കോളേജസിലെല്ലാം തന്നെ അങ്ങനെയാണ്. ഗവൺമെൻറ്റിൻ്റെ കീഴിലുള്ള എല്ലാ കോളേജസിലും അങ്ങനെയാണ് ഈ ഒരു അഡ്മിഷൻ പ്രൊസീജിയർ നടക്കുന്നത്. അപ്പോൾ എല്ലാവരും തന്നെ നല്ല മാർക്ക് മേടിക്കാനായിട്ട് ശ്രമിക്കുക. അതായത് ഇപ്പോൾ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, ഇപ്പോൾ എൻജിനീയറിങ്ങിന് പോകുന്ന കുട്ടികളാണെങ്കിൽ ഫിസിക്സ്, കെമിസ്ട്രി, മാത്സിന് ഫുൾ മാർക്ക് മേടിക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഫുൾ മാർക്ക് നിങ്ങൾക്ക് ഭയങ്കര മേടിക്കാൻ പാടാണെങ്കിലും ഏകദേശം ഒരു സബ്ജക്റ്റിന് ഒരു 3-4 മാർക്ക് മാത്രമേ കുറയുള്ളൂ. അതിൽ കൂടുതൽ കുറഞ്ഞാൽ നമുക്ക് അഡ്മിഷൻ ലഭിക്കാനായിട്ടും ഓരോ അലോട്ട്മെൻറ്റ് ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. നമ്മുടെ പേര് ചിലപ്പോൾ അതിൽ കാണില്ല, അങ്ങനെയൊക്കെ ആയിപ്പോവും. നല്ല മാർക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും അഡ്മിഷൻ ലഭിക്കും. ഈ ഒരു LBS അലോട്ട്മെൻറ്റ് എന്നൊക്കെ പറയുമ്പോൾ 7-8 അലോട്ട്മെൻറ്റൊക്കെ ഉണ്ട്. അപ്പോൾ ഫസ്റ്റ് അലോട്ട്മെൻറ്റിലൊക്കെ തന്നെ നിങ്ങൾക്ക് നല്ല മാർക്കുള്ളവർക്ക് മാത്രമേ ഫസ്റ്റ് അലോട്ട്മെൻറ്റിലൊക്കെ കിട്ടുള്ളൂ. ആ ഒരു കാര്യം നിങ്ങളെല്ലാവരും തന്നെ മനസ്സിലാക്കുക. അപ്പോൾ നിങ്ങൾ +2 നല്ല മാർക്ക് മേടിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ഏതൊരു കോഴ്സസിനായാലും ഫീസ് വളരെയധികം കൂടുതലാണ്. അതേപോലെ തന്നെ ഇനി നിങ്ങൾ +2 അങ്ങോട്ട് കഴിയുമ്പോഴത്തേന് കുറേ ഏജൻസിക്കാരൊക്കെ നിങ്ങളെ വിളിക്കും. കുറേ ഏജൻസീസ് വിളിക്കും, നിങ്ങൾക്ക് പുറത്തൊക്കെ അഡ്മിഷൻ എടുത്തു തരാം, അല്ലെങ്കിൽ കേരളത്തിനകത്ത് നല്ല കുറഞ്ഞ ഫീസിൽ അഡ്മിഷൻ എടുത്തു തരാം എന്നൊക്കെ പറഞ്ഞ് വിളിക്കും. അത് നിങ്ങളിപ്പോൾ നോക്കിയാൽ മതി, നിങ്ങളെ അങ്ങനെ കുറേ പേര് വിളിക്കും. പക്ഷേ എന്താണെന്ന് വെച്ചാൽ നമുക്ക് നല്ല ഫീസ് കൂടുതൽ തന്നെയായിരിക്കും. പുറത്താണെങ്കിൽ നമുക്ക് പഠിച്ചിറങ്ങുമ്പോൾ ഏകദേശം ഒരു 10 ലക്ഷം രൂപ അല്ലെങ്കിൽ ഒരു 6-7 ലക്ഷം രൂപ വരെയെങ്കിലും വരും. അപ്പോൾ നിങ്ങൾ ഈ +2 നല്ല മാർക്ക് മേടിച്ചാൽ എന്താണ്, നിങ്ങൾക്ക് അത്രയും ക്യാഷ് നിങ്ങൾക്ക് കൊടുക്കേണ്ട ആവശ്യം വരില്ല. അതാണ് ഞാൻ പറയുന്നത്. പല കുട്ടികൾക്കും അറിയില്ല +2 ഇത്ര മാർക്ക് മേടിക്കണം എന്നുള്ള കാര്യമൊന്നും പല കുട്ടികൾക്കും അറിയില്ല. അതാണ് ഞാൻ ഈ ഒരു വീഡിയോയിലൂടെ പറഞ്ഞു തരുന്നത്. നല്ല മാർക്ക് മേടിക്കാനായിട്ട് ശ്രദ്ധിക്കുക. നിങ്ങൾ ഇപ്പോൾ ഫിസിക്സ്, കെമിസ്ട്രി മെയിൻ സബ്ജക്ട്സിന് നിങ്ങൾ നല്ല രീതിയിൽ തന്നെ കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, മാത്സിനൊക്കെ നല്ല രീതിയിൽ തന്നെ നിങ്ങളുടെ പ്രാക്ടിക്കൽ എക്സാംസിനൊക്കെ തന്നെ നല്ല മാർക്ക് മേടിക്കുക. പ്രാക്ടിക്കൽ എക്സാംസ്, അതായത് ലാബ് എക്സാംസിനൊക്കെ നിങ്ങൾ നല്ല മാർക്ക് മേടിക്കുക. അതൊക്കെ മേടിക്കുമ്പോൾ നമുക്ക് A+ മേടിക്കാനായിട്ടുള്ള, അല്ലെങ്കിൽ നമ്മുടെ സ്കോറ് നമുക്ക് കൂട്ടാനായിട്ടുള്ളൊരു വഴി കൂടിയാണ് ഈ ലാബ് എക്സാംസിന് നമ്മൾ ഫുൾ മാർക്ക് മേടിക്കുക എന്നുള്ളത്. അപ്പോൾ എല്ലാവരും തന്നെ നല്ല മാർക്ക് മേടിക്കുക. നമുക്ക് ഏതൊരു കോഴ്സിന് അഡ്മിഷൻ എടുക്കണമെങ്കിലും വളരെയധികം ഫീസുണ്ട്. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറയാനായിട്ടുള്ള കാരണം. അപ്പോൾ നമ്മളിപ്പോൾ ഈ നീറ്റൊക്കെ പഠിക്കാനായാലും നീറ്റിനൊക്കെ വളരെയധികം നല്ല മാർക്കുള്ള കുട്ടികൾക്ക് മാത്രമേ MBBSന് സീറ്റ് കിട്ടുള്ളൂ. അത് എല്ലാവർക്കും തന്നെ അറിയാം. അവർ ഒരു കട്ട് ഓഫ് പറയും. ആ ഒരു കട്ട് ഓഫ് അനുസരിച്ച് നല്ല രീതിയിൽ തന്നെ മാർക്കുള്ള കുട്ടികൾക്ക് MBBSനൊക്കെ സീറ്റുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ എന്താണ്, ഈ ഒരു നല്ല ഫീസ് കൊടുത്തായിരിക്കും. ഒരു ഇയർ ഏകദേശം ഒരു 6-7 ലക്ഷം രൂപ വരെ നമുക്ക് കൊടുക്കേണ്ടി വരും. അതാണ് പറയുന്നത്. +1 +2 കുട്ടികളോട് നിങ്ങളെല്ലാവരും തന്നെ കറക്റ്റായിട്ട് പഠിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇപ്പോൾ +2 കുട്ടികൾക്കൊക്കെ മിക്ക കുട്ടികൾക്കും അറിയാമായിരിക്കും ഇത്രയും മാർക്ക് മേടിക്കണമെന്നൊക്കെ, പക്ഷേ നിങ്ങൾക്ക് അതിനായിട്ട് പറ്റുന്നില്ലായിരിക്കും. അപ്പോൾ നിങ്ങൾ ഓരോ സ്റ്റഡി പ്ലാനൊക്കെ ക്രിയേറ്റ് ചെയ്ത് അതനുസരിച്ച് തന്നെ പഠിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇപ്പോൾ ഒരു സ്റ്റഡി പ്ലാൻ ഉണ്ടാക്കി വെച്ചെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അത് നമ്മൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ മാത്രമേ നമുക്ക് അതിനുള്ള ആ ഒരു ഇത് ലഭിക്കുകയുള്ളൂ. അപ്പോൾ എല്ലാവരും തന്നെ കറക്റ്റായിട്ട് ഇപ്പോൾ ഒരു സ്റ്റഡി പ്ലാൻ ക്രിയേറ്റ് ചെയ്ത് വെക്കുകയാണെങ്കിൽ അങ്ങനെ പഠിക്കുക. അല്ലാന്നുണ്ടെങ്കിൽ വേറെ ഏത് രീതിയിൽ വേണമെങ്കിലും നിങ്ങൾ പഠിക്കുക. നല്ല രീതിയിൽ തന്നെ കോൺസെൻട്രേറ്റ് ചെയ്ത് നല്ല മാർക്ക് മേടിക്കാൻ വേണ്ടിയിട്ട് പഠിക്കാനായിട്ട് ശ്രദ്ധിക്കുക. എന്നാൽ മാത്രമേ നമുക്ക് ഇനിയുള്ള ഏത് കോഴ്സസിന് പോയാലും നമുക്ക് ഈ ഫീസ് കുറഞ്ഞ് പഠിക്കാനായിട്ട് സാധിക്കുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ എഡ്യൂക്കേഷൻ ലോൺ, അങ്ങനെ കുറേ ലോണൊക്കെ എടുക്കേണ്ടി വരും. അല്ല നമുക്ക് ക്യാഷ് ഉണ്ടെങ്കിൽ കുഴപ്പമില്ല. നമുക്ക് ചിലപ്പോൾ ചില കുട്ടികൾക്കൊക്കെ ക്യാഷ് ഈ കുറച്ച് ലോ ഫീസിൽ പഠിക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിരിക്കും. അവർക്കൊക്കെ വേണ്ടിയിട്ടുള്ളൊരു ഇൻഫോർമേഷനാണ് ഞാനിപ്പോൾ തരുന്നത്. അവർക്കൊക്കെ യൂസ്ഫുൾ ആയിരിക്കും. നിങ്ങൾ +2 നല്ല മാർക്ക് മേടിക്കാൻ ശ്രദ്ധിക്കുക. സ്റ്റഡി പ്ലാൻ ക്രിയേറ്റ് ചെയ്തോ, അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളിപ്പോൾ എങ്ങനെയെങ്കിലും യൂട്യൂബിലൊക്കെ നമുക്ക് +1 +2 വളരെയധികം ക്ലാസ്സസ് അവൈലബിൾ ആണ്. അപ്പോൾ അതൊക്കെ കണ്ട് നിങ്ങൾ പഠിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അതേപോലെ നിങ്ങൾക്ക് ഇമ്പോർട്ടൻറ്റ് ഓരോ ക്വസ്റ്റ്യൻ +1 +2 കുട്ടികൾക്ക്
ഈ ഓരോ സബ്ജക്ട്സിൻ്റെയും ഓരോ ചാപ്റ്ററിൽ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ, എക്സാംസിന് വരുന്ന ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് സെക്ഷനിൽ അറിയിക്കുക, ഞാൻ ഉറപ്പായിട്ടും ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇപ്പോൾ എന്ന് പറയുമ്പോൾ കുറേ മോട്ടിവേഷൻ വീഡിയോസൊക്കെ യൂട്യൂബിലുണ്ട്, അതേപോലെ അങ്ങനെ കുറേ വീഡിയോസുണ്ട്. നിങ്ങൾ എന്താണ് ആലോചിക്കേണ്ടത്, നിങ്ങൾക്ക് ഇനിയുള്ളൊരു കോഴ്സിന് പോകുമ്പോൾ നമുക്ക് നല്ല ഫീസായിരിക്കും വരുന്നത്. ഞാൻ പറഞ്ഞല്ലോ 1 lakh അങ്ങനെ 1 lakhs എന്ന് പറഞ്ഞാൽ അങ്ങനെ പോവുകയാണ്. കേരളത്തിൽ അഡ്മിഷൻ മേടിക്കുകയാണെങ്കിൽ, നമുക്ക് മാർക്ക് ഇല്ല എന്നുണ്ടെങ്കിൽ കേരളത്തിൽ അഡ്മിഷൻ മേടിക്കുകയാണെങ്കിൽ ഡൊണേഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് ഭയങ്കര വലിയ ഒരു ക്യാഷ് തന്നെ കൊടുക്കേണ്ടി വരും അഡ്മിഷൻ മേടിക്കാൻ വേണ്ടിയിട്ട് മാത്രം. പിന്നെ ഓരോ വർഷവും നമുക്ക് എന്താണ് ഫീസുണ്ട്. അപ്പോൾ അതൊക്കെ മനസ്സിലാക്കി നിങ്ങൾ പഠിക്കാനായിട്ട് ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് എല്ലാവർക്കും തന്നെ കറക്റ്റായിട്ട് നല്ല രീതിയിൽ പഠിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ എല്ലാവരും കൃത്യമായിട്ട് പഠിക്കുകയാണെങ്കിൽ, ഇപ്പോൾ നിങ്ങൾക്ക് അത്രയും പഠിക്കാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ഒക്കെ നോക്കി തന്നെ പഠിച്ചാലും നല്ല മാർക്ക് മേടിക്കാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ ഇനി ഏത് കോഴ്സസിനാണ് നിങ്ങൾ പോകാൻ ആഗ്രഹിക്കുന്നതെങ്കിലും നിങ്ങൾ നല്ല രീതിയിൽ തന്നെ പഠിച്ച് നല്ല ഒരു മാർക്ക് മേടിക്കുക. നിങ്ങൾ ഏത് കോഴ്സസിനാണ് ഇനി പോകാനായിട്ട് ആഗ്രഹിക്കുന്നതൊക്കെ കമൻറ്റ് സെക്ഷനിൽ അറിയിക്കുക. ഏത് വീഡിയോസൊക്കെ വേണമെന്നുള്ള കാര്യങ്ങളും നിങ്ങൾ കമൻറ്റ് സെക്ഷനിൽ അറിയിക്കുക. അപ്പോൾ ഞാൻ ഈ ഒരു വീഡിയോയിൽ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ, +1 +2 കുട്ടികൾ നല്ല ഫിസിക്സ്, നിങ്ങളുടെ മെയിൻ സബ്ജക്ട്സായ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, മെഡിക്കൽ ഫീൽഡിലോട്ട് പോകുന്നവരാണെങ്കിൽ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, അതേപോലെ തന്നെ ഇനിയും എഞ്ചിനീയറിംഗ് ഫീൽഡിലോട്ട് പോകുന്നവരാണെങ്കിൽ ഫിസിക്സ്, കെമിസ്ട്രി, മാത്സിന് വളരെ നല്ല മാർക്ക് മേടിക്കാനായിട്ട് ശ്രദ്ധിക്കുക. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് ഇനിയുള്ള കോഴ്സസ് എടുക്കുമ്പോൾ ഫീസ് കുറച്ച് ലഭിക്കുകയുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ വളരെയധികം ഫീസായിരിക്കും നിങ്ങൾക്ക് കൊടുക്കേണ്ടി വരുന്നത്. അത് നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയെന്ന് ഞാൻ വിചാരിക്കുന്നു. ഈ വീഡിയോ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. അതേപോലെ തന്നെ എല്ലാവരും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് ലൈക്ക് ചെയ്യുക. അടുത്ത ഏത് വീഡിയോ വേണമെന്ന് കമൻറ്റ് സെക്ഷനിൽ അറിയിക്കുക. അപ്പോൾ അടുത്തൊരു വീഡിയോ കാണുന്നവരെ ബൈ.